ഷിജോ ഉള്ളത് പമ്പയിൽ ആണെന്ന് മനസ്സിലാക്കുന്നു. ഷിജോ, പമ്പയിൽ മാത്രമല്ല, നിലയ്ക്കൽ അട്ടത്തോട് ഭാഗത്ത്, ഹിൽ ടോപ്പിൽ, പമ്പയിൽ, അങ്ങനെ പലയിടങ്ങളിൽ ഈ മകര ജ്യോതി, മകരവിളക്ക് ദർശിക്കാനാവുന്ന ഇടങ്ങളിലെല്ലാം അയ്യപ്പന്മാർ ഒപ്പം അവിടെയുള്ള നാട്ടുകാരടക്കം ഇടം പിടിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ പമ്പയിൽ തന്നെയുള്ള കാഴ്ചകൾ, അവിടെ പിണ്ടിവിളക്കൊക്കെ ആ പമ്പാ നദിയിൽ, പുണ്യ പമ്പയിൽ ഒരുക്കുന്ന ദൃശ്യങ്ങളും കാണുന്നുണ്ട്. എല്ലായിടവും ഭക്തിസാന്ദ്രമാണ്. ഇനിയുള്ള മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂർ എന്ന് പറയുന്നത് അത് കാത്തിരിപ്പ്, ആ പുണ്യജ്യോതി ദർശനത്തിനുള്ളതാണ്. എവിടെയൊക്കെയാണ് ഭക്തർ തമ്പിടിച്ചിരിക്കുന്നത്, എവിടെയൊക്കെയാണ് ഈ മകരജ്യോതി ദർശനത്തിന് പമ്പയ്ക്ക് പുറമേയും മറ്റിടങ്ങളിൽ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? ഗോകുലെ, മകരവിളക്ക് കാണാനായിട്ട് അയ്യപ്പന്മാർ അവർക്ക് കയറി ചെല്ലാൻ കഴിയുന്ന എല്ലാ ഇടങ്ങളിലും ചെന്ന് രാവിലെ മുതൽ തന്നെ, മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പമ്പയുടെ വിവിധ ഇടങ്ങളിൽ പമ്പയിൽ 14 സ്പോട്ടുകളാണ് ദേവസ്വം ബോർഡ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെയെല്ലാം ഭക്തർ വളരെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ മകരവിളക്ക് കാണാനായിട്ട് കയറി ചെന്ന് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ പമ്പാ നദിയോട് ചേർന്നുള്ള സ്ഥലങ്ങളിലടക്കം അയ്യപ്പന്മാർ ഇങ്ങനെ കാത്തിരിക്കുന്നത് നമുക്ക് കാണാം. നിലയ്ക്കലുണ്ട്, അട്ടത്തോടുണ്ട്, അങ്ങനെ തുടങ്ങി വിവിധ ഇടങ്ങളിൽ മകരവിളക്ക് കാണാൻ വേണ്ടിയുള്ള ആ കാഴ്ചയ്ക്ക് വേണ്ടി എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പേ അവർ കാത്തിരിക്കുകയാണ്. രാവിലെ 10 മണി മുതൽ നിലയ്ക്കലിൽ നിന്നുള്ള അയ്യപ്പന്മാർ പമ്പയിലേക്ക് വരുന്നതടക്കമുള്ള കാര്യങ്ങൾ തടഞ്ഞിരുന്നു. പമ്പയിൽ നിന്ന് 11 മണിക്ക് ശേഷമാണ് അയ്യപ്പന്മാർ മല കയറുന്നത് നിയന്ത്രിച്ചത്. കാരണം 35,000 ഭക്തർക്ക് മാത്രമാണ് ഇന്ന് ദർശനം നടത്താൻ അനുമതി ഉണ്ടായിരുന്നത്. അതിനുശേഷം മകരവിളക്കിന് ശേഷം മാത്രമേ ബാക്കിയുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് മല ചവിട്ടാനും അയ്യപ്പ ദർശനം നടത്താനുമുള്ള അനുവാദമുള്ളൂ. അത് കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് മാത്രമാണ് അയ്യപ്പ ദർശനം പൂർത്തിയാക്കുകയുള്ളൂ എന്ന് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായിട്ട് അനുസരിച്ചുകൊണ്ട് അയ്യപ്പന്മാർ പമ്പയിൽ ഇങ്ങനെ കാത്തിരിക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അത്രമേൽ ഭംഗിയുള്ള കാഴ്ചകൾ സന്നിധാനത്ത് നിന്ന് വരുമ്പോൾ പമ്പയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അയ്യപ്പന്മാർ വളരെ ക്ഷമയോടുകൂടി ആ മകരവിളക്ക് കണ്ട് അയ്യപ്പ ദർശനം നടത്താൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നതാണ് കാണുന്നത്. നേരത്തെ ഗോകുൽ പറഞ്ഞതുപോലെ 18 മലകളുടെയും അധിപനായിട്ടുള്ള ശബരിമല അയ്യപ്പനെ കണ്ട് ഒരു വർഷത്തെ കാത്തിരിപ്പ്, അവരുടെ ത്യാഗവും സഹനവും സഹിച്ചുള്ള 41 ദിവസത്തെ വ്രതക്കാലം, ആ വ്രതത്തിൻ്റെ എല്ലാം ഒരു പരിസമാപ്തിയിലേക്ക് പോകുന്നു. അവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ചുകൊണ്ട്, അവരുടെ പുതിയ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, അവരുടെ സന്തോഷവും സമാധാനവും എല്ലാം അയ്യപ്പനിൽ സമർപ്പിച്ചുകൊണ്ട് അയ്യപ്പന്മാർ മലയിറങ്ങി മടങ്ങിപ്പോകുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചകൾക്ക് ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 6:40 മകരവിളക്ക് തെളിയുന്നതോടുകൂടി ഒരു വർഷം കാത്തിരുന്ന മണ്ഡലകാലത്തിന് പരിസമാപ്തിയാവുകയാണ് അയ്യപ്പന്മാർക്ക്. അതായത് ഈ മകരവിളക്കിന് മുൻപ്, മകരവിളക്ക് തെളിയുന്നതിന് മുൻപ് അയ്യപ്പ ദർശനം നടത്താൻ കഴിയാത്തവർക്ക് അതിനുശേഷമുള്ള മണിക്കൂറിൽ രാത്രി 10 മണിയോടുകൂടി വീണ്ടും മല ചവിട്ടാൻ ഉള്ള അനുവാദമുണ്ട്. അതിനുശേഷം വരുന്ന നട അടയ്ക്കുന്നവരെ 20-ാം തീയതി വരെ അയ്യപ്പന്മാർക്ക് മല ചവിട്ടി അയ്യപ്പ ദർശനം കണ്ട് മടങ്ങാം. ഈ മടങ്ങുന്ന അയ്യപ്പന്മാർക്ക് എല്ലാ സുരക്ഷയും സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ടത് യാത്രാ ക്രമീകരണമാണ്. യാത്രാ ക്രമീകരണം എന്ന് പറയുമ്പോൾ 1000 KSRTC ബസ്സുകൾ പമ്പയിൽ നിന്ന് വിവിധ ഇടങ്ങളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലേക്കടക്കം ഈ അയ്യപ്പന്മാരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള KSRTCയുടെ വാഹന ഗതാഗത സൗകര്യമുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ അയ്യപ്പന്മാരെ പമ്പയിൽ നിന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള 1000 KSRTC ബസ്സുകളാണ് ഗതാഗത വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ ഗതാഗത വകുപ്പ് വാഹന സൗകര്യവുമായിട്ട് രംഗത്തിറങ്ങുമ്പോൾ അയ്യപ്പന്മാർക്ക് ആരോഗ്യ സംവിധാനമായിട്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ 108ന്റെ ആംബുലൻസ് സർവീസും മറ്റ് ആരോഗ്യ ക്രമീകരണങ്ങളും ആരോഗ്യ വകുപ്പ് കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പോലീസും മറ്റ് സായുധ സേനയും മറ്റ് ബന്ധപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരുമെല്ലാം പഴുതടച്ച സുരക്ഷാ സംവിധാന ക്രമീകരണങ്ങൾ പമ്പയിലും നിലയ്ക്കലും മട്ടത്തോടിലും പുല്ലുമേട്ടിലും അടക്കമുള്ള വിവിധ ഇടങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 2000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സന്നിധാനത്തും പമ്പയിലുമായിട്ട് സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ വളരെ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ഒരു വർഷമായി കാത്തിരുന്ന മകരവിളക്ക് ദർശനത്തിനും അങ്ങനെയുള്ള വിവിധ ഏറ്റവും ഭാഗ്യം ചെന്ന നിമിഷങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന അയ്യപ്പ ഭക്തർ ആഗ്രഹിക്കുന്ന ആ നിമിഷങ്ങൾക്ക് ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ്. 2 മണിക്കൂർ തികച്ചില്ല. അങ്ങനെ വിവിധ ഇടങ്ങൾ കൈയടക്കി അയ്യപ്പന്മാരും മാളികപ്പുറവും കുഞ്ഞയ്യപ്പന്മാരും എല്ലാം കാത്തിരിക്കുകയാണ്. പമ്പാ നദിയിൽ കുളിച്ച് കയറി വരുന്ന അയ്യപ്പന്മാരെ കാണാം, കുളിക്കാനായിട്ട് ഇറങ്ങുന്ന അയ്യപ്പന്മാരെ കാണാം. അവരുടെ പാവങ്ങളും അവരുടെ എല്ലാം ഈ പമ്പാ നദിയിൽ അവർ കഴുകിക്കളഞ്ഞുകൊണ്ട് മകരവിളക്ക് കണ്ട് അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകും. ഏറ്റവും സുന്ദരമായ മനോഹരമായ കാഴ്ചകളാണ് ഇനിയുള്ള മണിക്കൂറിൽ. ഓരോ മണ്ഡലകാലവും ഓരോരുത്തർക്കും സമ്മാനിക്കുന്നത് പുതിയ അനുഭവമാണ്. പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലുമൊക്കെ വന്ന് മടങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ എല്ലാം ഇതൊരു നാട്ടുകാർക്കടക്കം, അത് ജാതി മത വ്യത്യാസമില്ലാതെ. ശരി ഷിജോ, പമ്പ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടത്താവളമാണ്. പമ്പ ഇടത്താവളം എന്നതിനപ്പുറത്തേക്ക് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
സ്നാനഘട്ടം കൂടിയാണ് പമ്പ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.